വാഹനങ്ങളുടെ മുമ്പിൽ തളരാത്ത ഒരു റോമൻ സഭ ഇന്ന് നമ്മുടെ മുൻപിൽ ശക്തിയോടുകൂടെ പ്രതീകമായിട്ട് നിൽക്കുകയാണ്. ഈ ഭാരതത്തിൽ ഇനിയും നമ്മൾ സുവിശേഷം പ്രസംഗിക്കും. നമ്മുടെ ജീവിതത്തിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും നമ്മെ പരാജയപ്പെടുത്താൻ ആർക്കും സാധിക്കുകയില്ല. കാരണം ആകാശത്തിന് കീഴിൽ നമ്മുടെ രക്ഷയ്ക്കായിട്ട് മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് ഉറക്കെ നമുക്ക് പ്രഘോഷിക്കാൻ നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് സാധിക്കും. നമ്മൾ ആരുടെയും മുമ്പിൽ ഇദ്ദേഹം പറഞ്ഞ എന്ത് ബോഷ്കാണെന്ന് നിങ്ങൾ കേട്ടോ. അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് എല്ലാ കാലത്തേക്കുമായി കൊല്ലപ്പെട്ട കുഞ്ഞാടില്ലേ. ഗ്ലോറിയസ് ഗോസ്പൽ ചാനലിന്റെ സ്ഥിരം പ്രേക്ഷകർക്ക് അതിലെ ബോഷ്ക്ക് മനസ്സിലാവും. കാരണം അങ്ങനൊരു കാര്യമേ ഇല്ല. അങ്ങനൊരു വാക്യം അപ്പോസ്തലപ്രവൃത്തി 4:12 പക്ഷെ അതിന്റെ ഓഡിയൻസ് റെലവൻസ് നോക്കണം. നമ്മളൊരു ബൈബിൾ വാക്യം വായിക്കുമ്പോൾ അതിന്റെ ടെക്സ്റ്റ്, പ്രീ ടെക്സ്റ്റ്, കോണ്ടെക്സ്റ്റ്, ഓഡിയൻസ്, റെലവൻസ് ഇത് 4 പരിഗണിക്കണം. അപ്പോ മറ്റൊരുത്തനിലും രക്ഷയില്ല. ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന നാമമല്ലാതെ വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ പ്രസംഗം കേൾവിക്കാരെ ഭഗവാൻ കൃഷ്ണനെ റിജക്റ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ്. അത് പ്രസംഗിക്കണമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. വെരി ഗുഡ്, അത് പ്രസംഗിക്കണം. അപ്പോൾ ഈ ബിഷപ്പ് പറയുകയാണ് ഞങ്ങൾക്കത് പ്രസംഗിക്കാൻ അവകാശമുണ്ട്. അപ്പോൾ ഭഗവാൻ കൃഷ്ണനെ പറ്റില്ല എന്നല്ല എൻ്റെ അർത്ഥം. ഭഗവാൻ ശിവൻ അത്ര പോരാ, അല്ലെ വിഷ്ണു അത്ര പോരാ, അല്ലെങ്കിൽ എത്രയോ ദേവീദേവന്മാരും ഉപദേവതമാരും ഒക്കെ ഈ ഭാരതത്തിൽ ആരാധിക്കപ്പെടുന്നു. അത്തരത്തിലുള്ള നാമങ്ങൾ, വിഷ്ണു സഹസ്രനാമമുണ്ട്, വിഷ്ണുവിൻ്റെ 1000 നാമങ്ങൾ, ലക്ഷ്മി സഹസ്രനാമമുണ്ട്, ലക്ഷ്മിയുടെ 1000 നാമങ്ങൾ. അപ്പോ വിഷ്ണുവിൻ്റെ 1000 നാമവും ലക്ഷ്മിയുടെ 1000 നാമവും എല്ലാം എടുത്ത് തോട്ടിക്കളയണം. യേശുക്രിസ്തു എന്ന ഏകനാമം മതി എന്ന് പ്രസംഗിക്കണം. അങ്ങനെ പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്നൊക്കെ ഒരു ബിഷപ്പ് പറയുമ്പോൾ ഇദ്ദേഹം എവിടെ നിന്നാണ് വിദ്യാഭ്യാസം സിദ്ധിച്ചത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം അങ്ങനെ ഒരു വാക്യം ബൈബിളിൽ ഉള്ളത് കൊണ്ട് അതിന് ഒരു യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ഇല്ല. അത് ഓഡിയൻസ് റെലവൻസ് പരിശോധിക്കണം. അപ്പോൾ ഓഡിയൻസ് റെലവൻസ് നോക്കിക്കഴിയുമ്പോൾ ദാറ്റ് വേഴ്സ് ഈസ് നോട്ട് റെലവൻറ്റ് ടുഡേ ആൻഡ് ദാറ്റ് വേഴ്സ് ഈസ് നോട്ട് റെലവൻറ്റ് ടു ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. അതായി ഓഡിയൻസ് റെലവൻസ് മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. ഓരോ വാക്യങ്ങളും ഏതെല്ലാം തരത്തിൽ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നുണ്ട്, ഏതെല്ലാം തരത്തിൽ. ഇപ്പോ ഞാൻ എപ്പോഴും ഉദാഹരണം പറയുന്ന ഒരു വ്യക്തിയും തൻ്റെ 3 കൂട്ടുകാരും ഒരു യാത്ര പോവാരും. ആ യാത്ര പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടിൽ കൂടെ പോയി. അവിടെ പോയി ചായയൊക്കെ കുടിച്ച് മാർഗമത്തിയാണ്. അപ്പൊ അവനങ്ങനെ പോകുമ്പോൾ ഈ ഭാര്യയുടെ ചേട്ടൻ അവിടെ മേശപ്പുറത്ത് കുറച്ച് പൈസ വെച്ചിട്ടുണ്ടായിരുന്നു. ആ പൈസ കാണാതെ പോയി, ആരോ എടുത്തു. അപ്പൊ സംശയം വന്നു. അവിടെ ചെന്ന ഇവര് 4 പേരുണ്ട്, അളിയനും വേറെ കൂട്ടുകാരും ഉണ്ട്. അപ്പൊ ഇനി പൈസ എടുത്തതിനെ പറ്റി തിരക്കാണ്. പൈസ പോയി, ആരാ എടുത്തേ? അപ്പൊ ഈ മനുഷ്യൻ തന്റെ ഭാര്യയോട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഞങ്ങളവിടെ വന്നപ്പോ രാവിലെ നിന്റെ ചേട്ടൻ ആ മേശപ്പുറത്ത് പൈസ വെച്ചു എന്നുള്ളത് ശരിയാണ്. അപ്പൊ നിന്റെ ചേട്ടൻ രാവിലെ ആ മേശപ്പുറത്ത് വെച്ച പൈസ ഞാൻ എടുത്തിട്ടില്ല, ഉറപ്പിച്ച് പറയാണ്. ഒരു അഷ്വറൻസ്. ചേട്ടാ ഇനി ചേട്ടനെങ്ങാണോ പൈസ എടുത്ത് എന്ന് ഭാര്യ ചോദിച്ചോ പറഞ്ഞു നിന്റെ ചേട്ടൻ രാവിലെ ആ മേശപ്പുറത്ത് വെച്ച പൈസ ഞാൻ എടുത്തിട്ടില്ല. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയെല്ലാം വ്യാഖ്യാനിക്കാം. നിന്റെ ചേട്ടൻ രാവിലെ ആ മേശപ്പുറത്ത് വെച്ച പൈസ ഞാൻ എടുത്തിട്ടില്ല. അപ്പൊ ഊന്നൽ നിന്റെ ചേട്ടന് കൊടുക്കുകയാണെങ്കിൽ നിന്റെ ചേട്ടൻ രാവിലെ ആ മേശപ്പുറത്ത് വെച്ച പൈസ ഞാൻ എടുത്തിട്ടില്ല, പക്ഷെ നിന്റെ അപ്പം വെച്ചത് ഞാൻ എടുത്തെന്ന് വേണം വ്യാഖ്യാനിക്കാം. നിന്റെ ചേട്ടൻ വെച്ചത് എടുത്തിട്ടില്ലെന്നേ ഉള്ളൂ, പക്ഷെ നിന്റെ അമ്മ അവിടെ കുറച്ച് പൈസ വെച്ചത് അത് ഞാൻ എടുത്തായിരുന്നു. അങ്ങനെ വേണം വ്യാഖ്യാനിക്കാം. അങ്ങനെ ഒരു അർത്ഥം ഡയറക്റ്റ് അതിനില്ല. അത് അവിടെ ഊന്നൽ കൊടുക്കുന്നതുകൊണ്ടാണ്. നിന്റെ ചേട്ടൻ വെച്ച പൈസ ഞാൻ എടുത്തിട്ടില്ല, പക്ഷെ നിന്റെ അമ്മ വെച്ചത് ഞാൻ എടുത്തു. അല്ലെങ്കിൽ നിന്റെ ചേട്ടൻ രാവിലെ മേശപ്പുറത്ത് വെച്ച മേശപ്പുറത്തുനിന്നുള്ളതിനെ ഊന്നൽ കൊടുക്കുകയാണ്.
നിന്റെ ചേട്ടൻ രാവിലെ മേശപ്പുറത്ത് വെച്ച പൈസ ഞാൻ എടുത്തിട്ടില്ല, പക്ഷേ തലയണക്കിൽ വെച്ചിരുന്ന പൈസ ഞാൻ എടുത്തു. അങ്ങനെയാകാം. കണ്ടോ? ഇനി നിന്റെ ചേട്ടൻ രാവിലെ മേശപ്പുറത്ത് വെച്ച പൈസ ഞാൻ എടുത്തില്ല. രാവിലെ എന്നുള്ളതിന് ഊന്നൽ കൊടുത്താൽ നിന്റെ ചേട്ടൻ രാവിലെ മേശപ്പുറത്ത് വെച്ചത് ഞാൻ എടുത്തില്ല, പക്ഷെ ഇന്നലെ വൈകുന്നേരം വെച്ച പൈസ ഞാൻ എടുത്തായിരുന്നു. അങ്ങനെ വേണേലും ആകാം. അപ്പൊ നിന്റെ ചേട്ടൻ, മനസ്സിലായോ? നിന്റെ ചേട്ടൻ, ഇനി നിന്റെ എന്നുള്ളതിന് ഊന്നൽ കൊടുത്തു കഴിഞ്ഞാലോ, നിന്റെ ചേട്ടൻ വെച്ചത് ഞാൻ എടുത്തില്ല, പക്ഷെ അയലക്കത്തെ ചേട്ടൻ വെച്ചത് എടുത്തെന്ന് വേണേ ആക്കാം. എങ്ങനെയെല്ലാമാണ് ബൈബിൾ ആളുകൾ വ്യാഖ്യാനിക്കുന്നറിയോ? ഇനി നിന്റെ ചേട്ടൻ രാവിലെ മേശപ്പുറത്ത് വെച്ച പൈസ ഞാൻ എടുത്തില്ല, പക്ഷേ പുള്ളി ഊരി വെച്ച മാല വാച്ച് ഞാൻ എടുത്തെന്ന് വേണേ വ്യാഖ്യാനിക്കാം. പൈസ എടുത്തില്ല. നിന്റെ ചേട്ടൻ രാവിലെ മേശപ്പുറത്ത് വെച്ച പൈസ ഞാൻ എടുത്തില്ല. അപ്പൊ എന്തെടുത്ത് കാണും? അവിടെ വരുന്ന ആ ഒരു മാലയും വാച്ചും ഒരു പാക്കറ്റ് സിഗരറ്റും ഒക്കെ ഇരിക്കണം, അത് ഞാൻ എടുത്തുകൊണ്ട് പോകും. അങ്ങനെ വേണേ ആക്കാം. ഇനി നിന്റെ ചേട്ടൻ രാവിലെ മേശപ്പുറത്ത് വെച്ച പൈസ ഞാൻ എടുത്തില്ല. അപ്പൊ ഊന്നൽ ഞാനും കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? ഞാൻ എടുത്തില്ല, പക്ഷെ എന്റെ കൂടെ വന്ന് കൂട്ടുകാരെടുത്തു കാണുന്ന വ്യാഖ്യാനിക്കാം. ഞാൻ എടുത്തില്ലെന്നല്ലേ. ഇനി നിന്റെ ചേട്ടൻ രാവിലെ മേശപ്പുറത്ത് വെച്ച പൈസ ഞാൻ എടുത്തില്ല എന്നുള്ളതിന് ഊന്നൽ കൊടുത്താൽ എന്താവും? എടുത്തിട്ടില്ല, പക്ഷെ ഞാൻ അവിടെ തന്നെ അത് മാറ്റി വെച്ചിട്ടുണ്ട്, ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന് വേണം വ്യാഖ്യാനിക്കാം. പറഞ്ഞു. ഒരു സെന്റൻസ് എങ്ങനെയല്ല ദുർവ്യാഖ്യാനം ചെയ്യുന്നത്. ഒരു സെന്റൻസാ, അതിന് 100 അർത്ഥം നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഇവിടെയാണ് നമ്മൾ ശരിയായ വിധത്തിൽ മനസ്സിലാക്കേണ്ടത്. ചുമ്മാ എവിടെയല്ലോ ഒരു വാക്കുണ്ട്, മറ്റൊരുത്തനും രക്ഷയില്ല, അപ്പൊ ശ്രീകൃഷ്ണനിൽ രക്ഷയില്ല, ശിവനിൽ രക്ഷയില്ല, വിഷ്ണുവിൽ രക്ഷയില്ല, അള്ളാഹുവിൽ രക്ഷയില്ല, ഒന്നിലും രക്ഷയില്ല. രക്ഷ യേശു ക്രിസ്തുവിൽ മാത്രം. മനസ്സിലായോ? അങ്ങനെ ഒരു ആശയം ആരും ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞത്, ബൈബിളിൽ നിന്ന് ഒരു വാക്യം പഠിക്കുമ്പോൾ അതിന് ടെക്സ്റ്റ്, പ്രീ ടെക്സ്റ്റ്, കോണ്ടെക്സ്റ്റ്, ഓഡിയൻസ് റെലവൻസ് ഇതെല്ലാം പരിഗണിക്കണം. അങ്ങനെ ഉത്തരവാദിത്തത്തോടു കൂടെ വേണം ഇത് പ്രസംഗിക്കാൻ. അല്ലാതെ എന്തെങ്കിലും വാക്യമുണ്ട്, പത്രോസ് 1-ാം നൂറ്റാണ്ടിൽ യെരുശലേമിലെ ശ്രോതാക്കളോട് പറഞ്ഞ ആ വാക്യം അതേപടി അതേ ഇമ്പാക്റ്റില് ഈ 2026 ആണ്ടിൽ പറയുന്ന അത്തരത്തിലുള്ള ഒരു സനാതന വാക്യമൊന്നും അല്ലത്. അതൊരു സനാതന സന്ദേശമല്ല, അതൊരു ടൈംലി മെസ്സേജ് ആയിരുന്നു. ആ കാലഘട്ടത്തിൽ ഉള്ള ഒരു കാലിക പ്രസക്തിയുള്ള സന്ദേശമാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ദൈവശാസ്ത്രവും ലോകവീക്ഷണവും രൂപപ്പെട്ടിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നിന് പരുവപ്പെടുന്ന മെസ്സേജ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അതാണ് ക്രിസ്ത്യൻ പ്രതിബദ്ധത, ഉത്തരവാദിത്വം. ആ ഒരു റെസ്പോൺസിബിലിറ്റി ആൻഡ് കമ്മിറ്റ്മെന്റ് ഒരു സന്ദേശം പറയുന്ന ആൾക്കുണ്ടാകണം. ഇപ്പൊ ഈ ബിഷപ്പ് പറഞ്ഞ എന്നതാ, മറ്റൊരുത്തനിലും രക്ഷയില്ലെന്ന് പറയാനുള്ള ഒരു അവകാശം ഞങ്ങൾക്കുണ്ട്.